ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി നമ്മോടൊപ്പം ഡോക്ടർ അരുൺ കൂടെ ചേരുന്നുണ്ട്. മനഃശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അരുൺ ബി നായർ. ഡോക്ടർ, അതായത് വളരെയധികം നമ്മളിപ്പോൾ അങ്ങനെ അധികം കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. അതായത് ഈ ചെറിയ ഒരു വിഷയം, ഒരു ഫേസ് ക്രീമിനെ ചൊല്ലിയുണ്ടായ ചെറിയൊരു വിഷയത്തിലാണ് അമ്മയെ കമ്പിപ്പാര കൊണ്ട് മർദ്ദിക്കുകയും ഈ മർദ്ദനത്തിൽ ഇവരുടെ വാരിയലിനടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? എന്താണ് എന്തെങ്കിലും ഈ ഒരു ചെറിയ കാര്യത്തിനെന്നല്ല, ഒരാളിനെ ഉപദ്രവിക്കുന്നത് തന്നെ ഒരു മാനസിക വൈകല്യമായി പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ഏതു തരത്തിലുള്ള ശാരീരിക ഉപദ്രവം അല്ലെങ്കിൽ മാനസിക ഉപദ്രവം സംഭവിച്ചാലും അതൊക്കെ തീർച്ചയായിട്ടും അത് അനഭിലഷണീയമായ ഒരു പ്രവണത തന്നെയാണ്. പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, പ്രത്യേകിച്ചും ചെറിയൊരു വഴക്കിനെ തുടർന്ന്, അത് പൊതുവെ ഇന്നത്തെ തലമുറയുടെ ഒരു മാനസിക ആരോഗ്യത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെ എടുക്കാം. ഈ പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു എടുത്തുചാട്ട സ്വഭാവത്തിന്റെ ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആധുനിക യുവത്വം ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അടിമത്വത്തിലേക്ക് വരുന്നതും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും വ്യക്തിബന്ധങ്ങളിലൊക്കെ ഇത്തരം പശ്ചാത്തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് സംഭാവന ചെയ്യാമെന്നുള്ളത് ലോകവ്യാപകമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2025 നാഷണൽ എക്കണോമിക് സർവേ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇന്ത്യൻ ജനസംഖ്യയിൽ 10.6% ആളുകൾ എന്തെങ്കിലുമൊക്കെ ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇത് കൃത്യമായി ചികിത്സിക്കപ്പെടാതെ വരുന്നത് അവരുടെ കാര്യക്ഷമതയും പെരുമാറ്റത്തെയും ഒക്കെ ബാധിക്കുകയും അത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത്, ഇതേ രേഖയുടെ തന്നെ മറ്റൊരു ഭാഗത്ത്, ഈ അമിതമായ ഡിജിറ്റൽ ഉപയോഗം എങ്ങനെയാണ് ഈ യുവതലമുറയെ ദോഷകരമായി സ്വാധീനിക്കുന്നതെന്ന് കൃത്യമായിട്ട് എണ്ണമിട്ട് പറയുന്നുമുണ്ട്. 4 പ്രധാന പ്രശ്നങ്ങളാണ് ഇതിനെ തുടർന്ന് സംഭവിക്കുന്നത്. ഒന്ന്, ഒരു സാമൂഹിക വിച്ഛേദനമാണ്. അതായത് പണ്ട് കാലത്തൊക്കെ ഒരു 13 പതിറ്റാണ്ട് മുൻപുള്ള കാലത്തൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വൈകാരിക ഊഷ്മളതയുള്ള വ്യക്തിബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഒരു വ്യക്തിയുടെ സാമൂഹ്യ വളർച്ച നടക്കുന്നത്. അത് സുഹൃത്തുക്കളായാലും കുടുംബാംഗങ്ങളായാലും. പക്ഷേ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമായതോടുകൂടി കുട്ടികൾ, ചെറുപ്പക്കാർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. അവരിൽ വൈകാരികത കുറയുന്നു, അനുതാപം കുറയുന്നു. അത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ഡിജിറ്റൽ അടിമത്വം തന്നെ രാത്രിയിൽ ഉറക്കം കുറയുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ആ ഉറക്കക്കുറവ് പെരുമാറ്റ പ്രശ്നങ്ങൾക്കും എടുത്തുചാട്ടത്തിനും അമിത ദേഷ്യത്തിനും ഓർമ്മക്കുറവിനും അടക്കം കാരണമാകുന്നു. 3, ഈ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ചടുലമായിട്ടുള്ള ഹ്രസ്വമായിട്ടുള്ള വീഡിയോസും മറ്റും, അത് കാണുമ്പോൾ അവരുടെ ശ്രദ്ധ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ അത് കൊണ്ടുവന്നെത്തിക്കുന്നു. ഈ അനിയന്ത്രിതമായിട്ടുള്ള ഈ ഡിജിറ്റൽ ഉപയോഗം തന്നെ പലപ്പോഴും ലഹരി വസ്തുക്കളെ കുറിച്ച് അറിയാനും അത് പരീക്ഷിക്കാനും അതിന് അടിമപ്പെടാനുമുള്ള ഒരവസ്ഥയിലേക്ക് യുവതലമുറയെ നയിക്കുകയും ചെയ്യുന്നതായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പേരന്റിംഗ് രീതി, ഇതിലൂടെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മറുവശത്തുള്ള ആളുടെ വൈകാരികാവസ്ഥ പൂർണ്ണമായും ഉൾക്കൊണ്ട് പ്രതികരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് തീർച്ചയായിട്ടും ഒരു സംവാദത്തിലൂടെ പരിഹരിച്ച് പരസ്പരം ദ്രോഹിക്കാത്ത ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഒരു ആശാസ്യമായിട്ടുള്ള ഒരു ആശയവിനിമയ രീതി. പക്ഷെ മേൽ സൂചിപ്പിച്ച പല ഘടകങ്ങൾ മൂലവും അത് ഇല്ലാതെ വരുന്നു. പൊതുവേ തന്നെ ഇന്നത്തെ യുവതലമുറയിൽ ഒരു എടുത്തുചാട്ടത്തിന്റെ ഒരു സ്വഭാവം കണ്ടുവരുന്നുണ്ട്. കാരണം ജീവിതത്തിൽ പല കാര്യങ്ങളും ക്ഷണനേരം കൊണ്ട് സാധ്യമാകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഈ ഡിജിറ്റൽ വിപ്ലവങ്ങൾ വന്ന ശേഷം. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എടുത്തുചാടി പെരുമാറുന്ന ഒരു പ്രവണതയും വ്യാപകമായി വരും. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇത്തരം സംഭവങ്ങളെ നാം വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നു. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.